നമസ്കാരം. ഇത് 34ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ പറയാൻ പോകുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ സിനിമയെക്കുറിച്ച് പറഞ്ഞു. ഇതിലിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മയക്കുമരുന്നിനെതിരെ ഞാൻ 2-3 എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൻ്റെ റിപ്ലൈ വന്നു തുടങ്ങി. ഒരാളെ അറസ്റ്റ് ചെയ്തു, വേറൊരാളെ എറണാകുളത്ത് അത് വാച്ചിങ്ങിലാണ്. ഇപ്പം എനിക്ക് ഒരുപാട് പേര്, ഞാൻ വിചാരിച്ച ഒരുപാട് പേര് നെഗറ്റീവ് ആകുന്നതാണ്. പക്ഷേ നെഗറ്റീവല്ല, ഇത് പോസിറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പല രക്ഷകർത്താക്കളും പല സ്കൂളിലെ അധ്യാപകരൊക്കെ എന്നെ വിളിച്ച് ഇങ്ങനെ കുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നതിനും അതൊന്ന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് എന്നെ സമീപിക്കണമെന്നില്ല. ഞാനൊരു വിശ്വസ്തമായ ഒരു നമ്പർ തരാം നിങ്ങൾക്ക്. അതായത് 9447178000. അതായത് 9447178000. ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആരാന്ന് പോലും ചോദിക്കില്ല. ആ റിപ്പോർട്ടുകൾ അവർ ചെയ്യും, അത് അന്വേഷണം വരും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുക, നിങ്ങളുടെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. പക്ഷേ ഇവരെയൊക്കെ അതിലേക്ക് ചേർക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ MDMA എന്ന് പറഞ്ഞ സാധനം, അതിനെക്കുറിച്ചൊക്കെ അതിന് ശേഷമാണ് എന്നോട് ഓരോരുത്തർ പറഞ്ഞു തരുന്നത്. ഈ കയ്യിൽ നനച്ച് വെച്ചാൽ കയ്യിൽ തേച്ച് ഒരു വിരളിലൊക്കെ തേച്ച് വെച്ച് കൊടുക്കുന്ന ജ്യൂസിൽ ജസ്റ്റ് വിരൾ ഞെക്കിയിട്ട് എടുത്താൽ മതി. അതായത് കലരുകയും ആ കുട്ടി ആരാണേലും കൊച്ചു കുട്ടികൾ അവർ വീണ്ടും അതിലേക്ക് ആ ജ്യൂസ് കുടിക്കാനായിട്ട് ചെല്ലുകയും അങ്ങനെ 4 പ്രാവശ്യം ഇത് ഉപയോഗിച്ച് അതിൽ നിന്നും മാറാനൊക്കില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഇപ്പം കുറേ ഗുണങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം 25 വയസ്സുള്ളവരൊന്നുമല്ല ഞാൻ നോക്കുന്നത്. 10-12 വയസ്സുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരിതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നേ ഞാൻ നോക്കുന്നുള്ളൂ. നന്ദി, നമസ്കാരം.